യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധനാ ഹർജികളിൽ നിർണായകമായ വാദം കേൾക്കാൻ നടപടികൾക്കൊരുങ്ങി സുപ്രീം കോടതി. രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഏപ്രിൽ 7-ന് ഈ വിഷയത്തിൽ വാദം ആരംഭിക്കുമെന്ന സുപ്രധാന പ്രഖ്യാപനം പുറത്തുവന്നിരിക്കുകയാണ്. നിയമലോകവും വിശ്വാസി സമൂഹവും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഈ കേസിൽ വാദഗതികൾക്കായി കൃത്യമായ സമയക്രമം കോടതി നിശ്ചയിച്ചിട്ടുണ്ട്. ഹർജിക്കാർക്ക് തങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കുന്നതിനായി ആദ്യത്തെ 3 ദിവസമാണ് അനുവദിച്ചിരിക്കുന്നത്. പുനഃപരിശോധനാ ഹർജികളെ എതിർക്കുന്ന വിഭാഗത്തിന് ഏപ്രിൽ 14 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാം. തുടർന്ന് ഏപ്രിൽ 21-ന് അമിക്കസ് ക്യൂറിയുടെ വാദം നടക്കും. ഏപ്രിൽ 22-ഓടെ മുഴുവൻ വാദപ്രതിവാദങ്ങൾ പൂർത്തിയാക്കി കേസ് വിധി പറയാനായി മാറ്റാനാണ് കോടതി ലക്ഷ്യമിടുന്നത്. ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ഈ 9-അംഗ ബെഞ്ചിൽ ആരൊക്കെ അംഗങ്ങളായിരിക്കുമെന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാകും. ചീഫ് ജസ്റ്റിസ് തന്നെയായിരിക്കും ഈ വിപുലമായ ബെഞ്ചിന് നേതൃത്വം നൽകാൻ സാധ്യതയെന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട നിയമപരമായ സങ്കീർണതകൾ പരിഹരിക്കുന്നതിനായി പുതിയൊരു ഭരണഘടനാ ബെഞ്ചിന് ഈ ഹർജികൾ പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ മതവിഭാഗങ്ങളിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഭരണഘടനാപരമായ അവകാശങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്ന വിശാലമായ തത്വങ്ങളാണ് ഈ ബെഞ്ച് പരിശോധിക്കുക. മുൻപ് ഇതേ വിഷയത്തിൽ രൂപീകരിച്ചിരുന്ന 9-അംഗ ബെഞ്ചിലെ അംഗങ്ങളിൽ പലരും വിരമിച്ച സാഹചര്യത്തിൽ നിലവിൽ താൻ മാത്രമാണ് ആ ബെഞ്ചിൽ അവശേഷിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് കോടതിയിൽ പരാമർശിച്ചു. വിവിധ മതങ്ങളുടെ ആചാരപരമായ കാര്യങ്ങൾ ഒന്നിച്ച് പരിഗണിക്കണമെന്ന അഭിഭാഷകയുടെ ആവശ്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കേസിന്റെ നടത്തിപ്പിനായി തന്ത്രിയുടെ അഭിഭാഷകനായ കൃഷ്ണകുമാർ സിംഗിനെ ഹർജിക്കാരുടെ നോഡൽ അഭിഭാഷകനായി കോടതി ചുമതലപ്പെടുത്തി. കൂടാതെ കോടതിയെ സഹായിക്കുന്നതിനായി അഭിഭാഷകൻ കെ പരമേശ്വരനോട് അമിക്കസ് ക്യൂറിയായി പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കുകയും അദ്ദേഹത്തെ സഹായിക്കാൻ അഭിഭാഷകൻ ശിവം സിംഗിനെ നിയോഗിക്കുകയും ചെയ്തു. ഈ കേസിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സ്വീകരിക്കുന്ന നിലപാടുകളും ഏറെ ശ്രദ്ധേയമാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളെ ഒരു കേന്ദ്ര സർക്കാർ അനുകൂലിക്കുന്നു എന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഹർജികളെ എതിർക്കുന്നില്ലെന്ന നിലപാടാണ് ഉണ്ടായത്. രാഷ്ട്രീയമായും സാമൂഹികമായും വലിയ സ്വാധീനമുള്ള ഈ വിഷയത്തിൽ സർക്കാരുകളുടെ നിലപാടുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും. 9-അംഗ ബെഞ്ച് പുറപ്പെടുവിക്കുന്ന വിധി രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തെയും ഭരണഘടനാപരമായ മൗലിക അവകാശങ്ങളെയും സംബന്ധിച്ച് വലിയൊരു മാർഗരേഖയായി മാറും. ഈ വിപുലമായ ബെഞ്ചിന്റെ വിധി വന്നതിനു ശേഷം മാത്രമേ 5-അംഗ ബെഞ്ച് ശബരിമല പുനഃപരിശോധനാ ഹർജികളിൽ അന്തിമ വിധി പ്രസ്താവിക്കുകയുള്ളൂ. അതായത് 9-അംഗ ബെഞ്ച് നിശ്ചയിക്കുന്ന പൊതുവായ നിയമതത്വങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ശബരിമല കേസ് കേവലം ഒരു ക്ഷേത്രത്തിലെ ആചാരത്തെക്കുറിച്ചുള്ള തർക്കം എന്നതിലുപരി ഭരണഘടനയുടെ 25, 26 അനുച്ഛേദങ്ങൾ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും അനുച്ഛേദം 14 ഉറപ്പാക്കുന്ന ലിംഗസമത്വവും തമ്മിലുള്ള പോരാട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങളും മതപരമായ വിശ്വാസങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഏതിനാണ് മുൻഗണന നൽകേണ്ടതെന്ന ഗൗരവകരമായ ചോദ്യമാണ് കോടതിക്ക് മുന്നിലുള്ളത്. മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനം, പാഴ്സി സ്ത്രീകളുടെ അവകാശങ്ങൾ തുടങ്ങിയ സമാനമായ ഒട്ടനവധി വിഷയങ്ങൾ ഈ 9-അംഗ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളെയും ബാധിക്കുന്ന ഒന്നായി ഈ വിധി മാറും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേൾക്കുന്ന വാദങ്ങൾ രാജ്യത്തിന്റെ നിയമചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒന്നായിരിക്കും. ശബരിമലയിലെ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള 2018-ലെ വിധിക്ക് ശേഷം കേരളത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നിരുന്നു. വിശ്വാസ സംരക്ഷണത്തിനായി തെരുവിലിറങ്ങിയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ പുനഃപരിശോധനാ ഹർജികളിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. അതേസമയം നവോത്ഥാന മൂല്യങ്ങളും സ്ത്രീ സമത്വം ഉയർത്തിപ്പിടിക്കുന്ന വിഭാഗങ്ങൾ കോടതിയുടെ പഴയ വിധി നടപ്പിലാക്കണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. കോടതിയുടെ പുതിയ നടപടിക്രമങ്ങൾ വിശ്വാസികൾക്കിടയിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും വീണ്ടും സജീവമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ നടക്കാനിരിക്കുന്ന വാദങ്ങൾ നേരിട്ട് സംപ്രേഷണം ചെയ്യുമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഏതായാലും സുപ്രീം കോടതിയുടെ ഈ നീക്കം ശബരിമല വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു. 9-അംഗ ബെഞ്ചിന്റെ രൂപീകരണവും വാദത്തിനായുള്ള സമയക്രമവും കേസിന്റെ ഗൗരവമാണ് വെളിപ്പെടുത്തുന്നത്. വരും മാസങ്ങളിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നിനാണ് സുപ്രീം കോടതി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.